അമേരിക്കയുടെ ഭരണസിരാ കേന്ദ്രവും വാഷിംഗ്ടൺ DC-യുടെ ഹൃദയവുമായ ക്യാപിറ്റോൾ മന്ദിരത്തിൽ ചരിത്രത്തിൽ ആദ്യമായി തിരുപ്പിറവി രംഗം. ഡിസംബർ 10 ഉച്ചകഴിഞ്ഞ് 12 മണിക്ക് ക്യാപിറ്റോൾ മന്ദിരത്തിൽ ജനപ്രതിനിധി സഭയുടെ മുൻപിലുള്ള പടവുകളുടെ തെക്ക് കിഴക്കൻ ഭാഗത്തായിട്ടാണ് തിരുപ്പിറവി ദൃശ്യം പ്രദർശിപ്പിച്ചത്. ക്രിസ്ത്യൻ ഡിഫൻസ് സഖ്യത്തിൻ്റെ ഡയറക്ടറായ പാട്രിക് മഹോണി ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ ഇതേ സംബന്ധിച്ച് ഫെഡറൽ കോടതി വിധി നേടിയിരുന്നു. ഈ വിധിയുടെ പിൻബലത്തിലാണ് തിരുപ്പിറവി ദൃശ്യം ഒരുക്കിയിരിക്കുന്നതെന്ന് സംഘടന പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ പറയുന്നു. ക്യാപിറ്റോൾ മന്ദിരത്തിൻ്റെ നടക്കലുകൾ പൊതുവാണെന്നും അവിടെ സമാധാനപരമായ പ്രദർശനങ്ങൾ ഒരുക്കാമെന്നുമാണ് കോടതി വിധിയിൽ പറയുന്നത്. പുൽക്കൂടിന് പുറമെ ക്രിസ്തുമസ് കരോളുകളും ഇവിടെ സംഘടിപ്പിക്കുമെന്നും സംഘടന വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ക്യാപിറ്റോൾ മന്ദിരത്തിൻ്റെ പടവുകളിൽ ക്രിസ്തുമസിൻ്റെ ആഹ്ലാദകരവും ശക്തവുമായ സന്ദേശം പകർന്നു നൽകുന്നതിന് അവസരം ലഭിച്ചതിൽ സന്തോഷമുണ്ട്, പാട്രിക് മഹോണി പറഞ്ഞു. മുറിവേറ്റ് വേദനിക്കുന്ന ഈ ലോകത്തിന് ക്രിസ്തുമസ് സംഭവത്തേക്കാൾ ആശ്വാസം പകരുന്ന മറ്റൊരു സന്ദേശവുമില്ല. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന പ്രത്യാശയുടെ പ്രഖ്യാപനം എല്ലാ അമേരിക്കക്കാരും കേൾക്കുകയും ആശ്ലേഷിക്കുകയും ചെയ്യേണ്ട ഒന്നാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്ന് യേശയ്യാ പ്രവാചകൻ യേശുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതും അദ്ദേഹം പരാമർശിച്ചു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് യേശയ്യാ പ്രവാചകൻ പറഞ്ഞ വാക്കുകൾ എന്നും പ്രസക്തമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത് വിശ്വാസ സ്വാതന്ത്ര്യത്തിൻ്റെയും ഒന്നാം ഭരണഘടനാ ഭേദഗതിയുടെയും ഒരു സുപ്രധാന വിജയമാണെന്ന് പറഞ്ഞ മഹോണി, പൊതുസ്ഥലങ്ങളിൽ ക്രിസ്തുമസ് പ്രദർശനങ്ങളെ ചൊല്ലിയുള്ള പോരാട്ടം വിജയത്തോടെ അവസാനിപ്പിച്ചുവെന്നും കൂട്ടിച്ചേർത്തു. 2021 വിശ്വാസപരമായ അലങ്കാരങ്ങൾ വിലക്കുന്നത് ഒന്നാം ഭരണഘടനാ ഭേദഗതിയുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ക്രിസ്ത്യൻസ് ഡിഫൻസ് സഖ്യം ക്യാപിറ്റോൾ മന്ദിരത്തിന് ഇമെയിൽ സന്ദേശം അയച്ചിരുന്നു. ഇതേ തുടർന്ന് കഴിഞ്ഞ വർഷം ക്രിസ്തുമസ് ട്രീ ഒരുക്കുവാൻ ക്യാപിറ്റോൾ അനുവാദം നൽകിയിരുന്നുവെങ്കിലും ഇതാദ്യമായാണ് ക്യാപിറ്റോൾ മന്ദിരത്തിൻ്റെ പടവുകളിൽ തിരുപ്പിറവി ദൃശ്യം ഒരുങ്ങുന്നത്. ഒന്നാം ഭരണഘടനാ ഭേദഗതി വാഗ്ദാനം ചെയ്യുന്നത് മതസ്വാതന്ത്ര്യമാണെന്നും അല്ലാതെ മതത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമല്ലെന്നും സംഘടന ഇമെയിൽ സന്ദേശത്തിൽ എടുത്തു പറഞ്ഞിരുന്നു.